T20 വേൾഡ് കപ്പ് മത്സരത്തിന്റെ ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യം തന്നെ മുട്ടുവിറയ്ക്കുന്ന ഒരു കാഴ്ചയാണെന്ന് കാണാൻ സാധിക്കുക. അമേരിക്ക ഇന്ത്യയെ പിടിച്ച് കുലുക്കുക, അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യയെ പിടിച്ച് വിറപ്പിച്ച് മുക്കിയും മൂളിയും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ജയിക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഇന്നത്തെ മത്സരം കൊണ്ട് എത്തിച്ചു. നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നുമല്ലായിരുന്നു. കാരണം ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് നമ്മുടെ USA എന്ന് പറയുന്ന ടീം. അവർക്ക് ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ച് അത്രത്തോളം എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേസമയം ഇന്ത്യ ഇറങ്ങുന്നതാണെങ്കിൽ ഇതിനേക്കാളും ഒരു മികച്ച ഒരു T20 ടീം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അത്രയ്ക്കും മികച്ച T20 പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ആദ്യം തന്നെ ടോസ് നേടിയതിനു ശേഷം ഇന്ത്യയെ ബാറ്റിങ്ങിന് USA അയക്കുന്നു. ആ നിമിഷം തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് എന്തായിരിക്കും? ഒരു 250 അല്ലെങ്കിൽ ഒരു 200 റൺസ്. മറ്റു പലര് അതിലും അപ്പുറം ആഗ്രഹിച്ചുകൊണ്ട് 300 റൺസ് വരെ ആഗ്രഹിച്ചു വരെ ആൾക്കാരുണ്ട്. കാരണം ഇന്ത്യക്ക് അത്രമാത്രം കാലിബർ ഉള്ളൊരു മെമ്പേഴ്സ് ആണ് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ USA കാര്യം നോക്കൂ, അവർ ഓരോ മൂവ്മെന്റ്സും അവർ ജയിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു ടീമിനെയാണ് അവർ നേരിടാൻ പോകുന്നത് എന്നുള്ള കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് USA ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ മൊത്തം പറയാൻ പോകുന്നത് USA എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇന്ത്യ എങ്ങനെ മുക്കിയും മുളിയും ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, എന്തുകൊണ്ട് USA പരാജയപ്പെട്ടു, അവരുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓരോ മൂവ്മെന്റ്സും എവിടെയാണ് പിഴച്ചു പോയെന്നുള്ളതാണ്. കാരണം ടോസ് നേടി നേരെ ഇന്ത്യ ബാറ്റിംഗിലേക്കുന്നു. അത് അവരുടെ ഫസ്റ്റ് ട്രിക്ക് ആയിരുന്നു. കാരണം ഫ്ലാറ്റ് പിച്ച് ആണ്. എന്നിട്ട് തന്നെ അവർ ഇന്ത്യ ബാറ്റിംഗിന് എന്ന് പറയുന്നത് അവരുടെ ധൈര്യത്തെ സമ്മതിക്കണം. അവരുടെ ബൗളേഴ്സ് ആണെങ്കിലും അവരുടെ ഫീൽഡേഴ്സ് ആണെങ്കിലും അതും ഇന്ത്യൻ മണ്ണിലാണ് കളി നടക്കുന്നത്. അതും വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൗഡ് പുള്ളിങ്ങും ക്രൗഡ് സപ്പോർട്ടും എല്ലാം USAക്ക് എഗെയിൻസ്റ്റ് ആണ്. എന്നിട്ടും ഇന്ത്യ ബാറ്റിംഗിന് അയക്കുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ ഇഷാൻ കിഷൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ബാറ്റ് ചെയ്യാൻ. ആദ്യത്തെ ഓവറിൽ ആകെ എടുത്തത് 7 റണ്ണായിരുന്നു. സാധാരണ ഒരു T20 മാച്ചസ് നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഓവറിൽ തന്നെ എങ്ങനെയായിരിക്കും അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളത് അറിയാം. രണ്ടാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോൾ നേരിട്ട അഭിഷേക് ശർമ്മ ഗോൾഡൻ ടക്കായിട്ട് ഔട്ട് ആകുന്നു. അതും നിങ്ങളൊന്ന് ആലോചിക്കണം. ഫീൽഡ് സെറ്റപ്പ് ചെയ്ത അവരുടെ ഒരു ബ്രില്യൻസി, അവരുടെ ക്യാപ്റ്റന്റെ ബ്രില്യൻസി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തു പറയുന്നത്. അവർ കൃത്യമായി നല്ല രീതിയിൽ കളിക്കണമെന്ന്. അതും ഇന്ത്യയുമായാണ് കളിക്കുന്നത്, അത്രയും ടോപ്പ് ലെവലുള്ള ടീമുമായിട്ടാണ് കളിക്കുന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് തന്നെയാണ് അവർ കളിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെയാണ് അഭിഷേക് ശർമ്മയ്ക്ക് അവർ ചെയ്തേക്കുന്ന ഫീൽഡ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിരുന്നു. ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. അതിൽ തന്നെ കൃത്യമായി അഭിഷേക് ശർമ്മ വീഡിയോ ചെയ്യുന്നു. ഫസ്റ്റ് ബോൾ അടിച്ചു തൂക്കി കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം പതുക്കെ മൊമെന്റം കണ്ടെത്താനായിട്ട് ഇഷാൻ കിഷൻ ശ്രമിക്കുന്നു. ഒരു രീതിയിലും നടക്കുന്നില്ല. പക്ഷേ തിലക് വർമ്മ വന്നതിന് ശേഷം കുറച്ച് രീതിയിൽ റൺസ് കയറുന്നു. പക്ഷേ പിന്നീട് അലി ഖാൻ ആണെങ്കിലും വന്ന് എറിയുന്നവർക്കാണെങ്കിലും മികച്ച രീതിയിലുള്ള മൊമെന്റം കാത്തു സൂക്ഷിക്കാൻ USAക്ക് നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് ഒരു ഫ്ലോ കിട്ടുന്നില്ലായിരുന്നു. ഇന്ത്യക്ക് ബാറ്റ് ചെയ്യുന്നതിന് ഒരു ഫ്ലോ കിട്ടുന്നില്ല. ആദ്യ ഓവറുകളിലൊക്കെ മികച്ച ഫീൽഡിംഗ് ആയിരുന്നു USA കാഴ്ചവെച്ചത്. പിന്നീട് ഒരു 9 ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ബാറ്റ് ഫീൽഡിങ്ങിന് പോയത്. ഇതിനിടയിൽ ഇഷാൻ കിഷന്റെ ഒരു ക്യാച്ച് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷാൻ കിഷന്റെ ആ ക്യാച്ച് മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇഷാൻ കിഷൻ ഒരു കാരണവശാലും 20 റൺസ് പോലും എടുക്കത്തില്ലായിരുന്നു. ഇഷാൻ കിഷൻ അതിനുശേഷം ആ ക്യാച്ച് വിട്ടതുകൊണ്ടാണ് 20 റൺസിൽ ഇഷാൻ കിഷൻ എടുക്കാൻ പറ്റിയത്. പക്ഷേ അതിനുശേഷമാണ് വാൻ ഷ്വൈക്വേക്കിന്റെയും അലി ഖാന്റെയും എൻട്രി വരുന്നത്. അലി ഖാൻ അപ്പം തന്നെ നേരെ ആരെ തൂക്കുന്നു? നേരെ നമ്മുടെ ഇഷാൻ കിഷനെ തൂക്കുന്നു. ആ തിലക് വർമ്മയും ഇഷാൻ കിഷനും ചേർന്നുള്ള പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 37 റൺസിന്റെ പാർട്ണർഷിപ്പാണ്. അതൊരു കുറച്ച് ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു ഇതായിരുന്നു. ഇഷാൻ കിഷൻ ഔട്ട് ആകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 5 ഓവറിൽ 45 റൺസിന് രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത്. അതിനുശേഷമാണ് വാൻ ഷൈക്വൈക്ക് എന്ന് പറയുന്ന അമേരിക്കയുടെ തീപാറും ബൗളർ ഇന്ത്യക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഓവറിൽ തന്നെ വാൻ ഷൈക്വൈക്കിന്റെ 3 വിക്കറ്റാണ് ഒരു ഓവറിൽ എറിഞ്ഞിടുന്നത്. ആരെയൊക്കെയാണ് തൂക്കുന്നത്? ഫസ്റ്റ് തന്നെ തിലക് വർമ്മയെ തൂക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇഷാൻ കിഷനെ തൂക്കിയതിന് ശേഷം തൊട്ട് പുറകെയായിട്ടാണ് തിലക് വർമ്മയെ തൂക്കുന്നത്. അതിന് തൊട്ട് പുറകെയായിട്ട് വന്ന ദുബെയും തൂക്കുന്നു. ആ ഓവറിൽ കൃത്യമായി വാൻ ഷൈക്വേക്ക് നേടിയിരിക്കുന്നത് 3 വിക്കറ്റാണ്. ഇതോടുകൂടി 6 ഓവറിൽ പവർ പ്ലേ തീരുമ്പം ഇന്ത്യ മൊത്തത്തിൽ ചുരുങ്ങുന്നു 45 റൺസിന് 4 വിക്കറ്റ് എന്നുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇന്ത്യ മൊത്തം, അതായത് അവിടെ വന്നിരുന്ന ക്രൗഡ് മൊത്തം സൈലന്റ് ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീടും കളി മാറുന്നില്ല. ഈ വാൻ ഷൈക്വേക്കിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മികച്ച ബൗളിങ്ങും അതോടൊപ്പം തന്നെ മൗസിനാണെങ്കിലും അതോടൊപ്പം തന്നെ ഹാമീദ് ആണെങ്കിലും അവരുടെ സ്പിന്നേഴ്സ് ഉപയോഗിച്ച രീതിയാണെങ്കിലും ഇവരുടെ പേസ് ബൗളേഴ്സുമാർ, അതായത് നമ്മുടെ നെറ്റ് വാക്കർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മികച്ച രീതിയിലാണ് ബൗൾ ചെയ്തത്. അവരെല്ലാം നല്ല രീതിയിലുള്ള സ്ലോ ബൗൺസറുകളും സ്ലോ രീതിയിലുള്ള ബോളുകളും ഇട്ടാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ കംപ്ലീറ്റ് ആയിട്ട് തളയ്ക്കാൻ അവർക്ക് സാധിച്ചത്. പക്ഷെ എവിടെയാണ് അവർക്ക് പിഴച്ചെന്ന് പറയുന്നത് ഈ നെറ്റ് വാക്കർ എന്ന് പറയുന്ന ബൗളറിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ്. ഇത്രയും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 2 ഓവറിൽ നിന്ന് അവസാനത്തെ ഓവറിൽ 22 റൺസും അതിന് മുമ്പത്തുള്ള മൂന്നാമത്തെ ഓവറിൽ 21 റൺസുമാണ് സൂര്യകുമാർ അടിച്ചു കൂട്ടുന്നത്. അതോടുകൂടി മൊത്തം അദ്ദേഹം വഴങ്ങുന്നത് 4 ഓവറിൽ 65 റൺസാണ്. ഇവിടെയാണ് ഈ നെറ്റ് വാക്കറിൻ്റെ ഈ ഒരു ബൗളിങ്ങിൽ മാത്രമാണ് USAയുടെ കയ്യിലിരുന്ന കളികൾ കംപ്ലീറ്റ് പോകുന്നത്. സൂര്യകുമാറിന് അത്രയും റൺസിലേക്ക് അടിച്ചു കൂട്ടാൻ പറ്റുന്നതും ഈ ഒരൊറ്റ ഇതിലൂടെയാണ്. പക്ഷേ നെറ്റ് വാക്കറിനെ കൊണ്ട് 4 ഓവർ കംപ്ലീറ്റ്
ചെയ്യിപ്പിക്കേണ്ടായിരുന്നു. കാരണം പക്ഷേ എന്ത് പറ്റിയെന്നറിയോ, അലി ഖാൻ മികച്ച രീതിയിൽ ആദ്യത്തെ 2 ഓവറിൽ നിന്ന് ആകെ 13 റൺസിന് ഒരു വിക്കറ്റ് ഇട്ട അലി ഖാൻ എന്ത് പറ്റി, ഇഞ്ചുവേർഡ് ആയി. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ബൗൾ ചെയ്യാൻ പറ്റാതെ വരെയും ഈ നെറ്റ്വർക്കറിന് അടി മേടിച്ച് കൂട്ടി ഇദ്ദേഹത്തിന് തന്നെ 4 ഓവർ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഗതികേട് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്കോറിലേക്ക്, അല്ലെങ്കിൽ ഏകദേശം 120-130 റൺസിനകത്ത് പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇരുന്ന USA-ക്ക് 161 റൺസ് എന്ന രീതിയിലേക്ക് പോകേണ്ടി വന്നത് നെറ്റ്വർക്കറിന്റെ ഒരൊറ്റ ഓവറും ഈ ഇഞ്ചുറി അവരുടെ ഭാഗ്യം അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നീട് സൂര്യകുമാറിന്റെ യാദവിന്റെ തന്നെ ഒരു ക്യാച്ചും ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോഴത്തേക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ കോൺഫിഡൻസ് 10 ഓവറിന് അല്ലെങ്കിൽ ഒരു 13-14 ഓവറിന് ശേഷം പിന്നീട് അവർക്ക് ഉണ്ടായില്ല. പിന്നെ ഒരുപാട് ഫീൽഡ് മിസ്റ്റേക്സുകളും കാര്യങ്ങളും എല്ലാം വന്നു. എന്നാലും അവർ എക്സ്ട്രാസ് ഒന്നും എറിയാത്ത കൃത്യമായി ഒരു ഇന്റർനാഷണൽ ടീം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിൽ മികച്ച രീതിയിൽ USA-ക്ക് കളിക്കാൻ സാധിച്ചു എന്നുള്ളത് അത്ഭുതമാണ്. മികച്ച രീതിയിൽ അവർ കളിച്ചു, ഒരു തർക്കവും വേണ്ട. ഇന്ത്യ വിറപ്പിച്ച് കിടത്തിയെന്ന് തന്നെ പറയാം. പക്ഷെ ബാറ്റിംഗിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ ടോപ്പ് ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും പവർ പ്ലേയിൽ ഒന്നും കാഴ്ചവെക്കാൻ പറ്റില്ല. ആദ്യത്തെ പവർ പ്ലേ തന്നെ 3 വിക്കറ്റുകൾ ചടപടാ പോകുന്നു. അതിനുശേഷം ഒരു മൊമെന്റം അവർക്ക് കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക്. അതിനുശേഷം പിന്നെ ആർക്കാണ് മധ്യനിരയിൽ ഇറങ്ങിയ നമ്മുടെ മധ്യനിരയിൽ വന്നു കഴിഞ്ഞാൽ മൊനാക് പട്ടേൽ ആണെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ മിലനും സഞ്ജയും ഇവർ രണ്ടുപേരും മാത്രമാണ് 34-37 റൺസ് എടുത്ത് ഇവർ രണ്ടുപേരുടെ ഒരു പാർട്ണർഷിപ്പ് മാത്രമാണ് USA-ക്ക് കുറച്ചെങ്കിലും ബാറ്റിങ്ങിൻ്റെ ഒരു ഇതിൽ അത് കൃത്യമായിട്ട് നമുക്ക് കാണാമായിരുന്നു. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണ്, അവർ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമല്ല, ബാറ്റിംഗ് ചെയ്ത് അത്ര പരിചയമില്ല. പക്ഷേ അതേസമയം ബൗളിംഗ് സൈഡിൽ വരുമ്പോഴത്തേക്ക് അവർ മികച്ച രീതിയിൽ ഇന്ത്യയെ പിടിച്ചു കെട്ടാനുള്ള എല്ലാ പ്ലാനിങ്ങോട് കൂടി വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയെ തളയ്ക്കാൻ പക്ഷേ എക്സെപ്റ്റ് സൂര്യകുമാറിന്റെ മികച്ച ക്യാപ്റ്റൻസിയിൽ ഉണ്ടാകുന്ന മികച്ച പെർഫോമൻസ് കാരണം 84 റൺസാണ് സൂര്യകുമാർ അടിച്ചു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ടോട്ടലായിട്ട് 161 റൺസിലേക്ക് ഇന്ത്യക്ക് പോവുകയും തിരിച്ച് ബാറ്റ് ചെയ്ത് ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കും. ഒരു ഘട്ടത്തിൽ ഇവരുടെ പാർട്ണർഷിപ്പ് പോയപ്പോഴത്തേക്ക് USA ഒന്ന് കംബാക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവർക്ക് ആ ഒരു കംബാക്ക് മികച്ച രീതിയിലുള്ള ഇടവേളകളിലൂടെ വിക്കറ്റ് പോയതുകൊണ്ട് USA-ക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് 29 റൺസിന്റെ ചെറിയ രീതിയിലുള്ള ഒരു തോൽവിയാണെങ്കിലും USA-ക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ബോട്ടം ലൈൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുക്കിയും മൂളിയും തന്നെയാണ് ആദ്യ മത്സരത്തിൽ ജയിച്ചത്. നമ്മുടെ എക്സ്പെക്ടേഷൻസിന്റെ താഴെ നിൽക്കത്തുള്ളായിരുന്നു. ഒരു രീതിയിലുള്ള എക്സ്പെക്ടേഷൻസും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. എന്തായാലും വരും മത്സരങ്ങളിലും ഇതേ പെർഫോമൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ സൂപ്പർ 8ലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്.